ചോദ്യങ്ങളോട് വീണ്ടും ക്ഷുഭിതനായി പിണറായി വിജയൻ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ വടിയും നീട്ടി നിൽക്കേണ്ടതില്ല എന്നും പിണറായി. CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാനായി എത്തിയതായിരുന്നു പിണറായി വിജയൻ. നിങ്ങളുണ്ടല്ലോ, ഞാൻ എന്തൊക്കെ പറയാനുണ്ടെങ്കിൽ ഞാൻ പറയൂ, നിങ്ങൾ വടി വിട്ടുള്ളതായിരിക്കും. ഒരിക്കൽ കൂടി കേൾക്കാം അദ്ദേഹം പറയുന്നത്. നിങ്ങളുണ്ടല്ലോ, ഞാൻ എന്തൊക്കെ പറയാനുണ്ടെങ്കിൽ ഞാൻ പറയൂ, നിങ്ങൾ വടി വിട്ടുള്ളതായിരിക്കും. ഞാൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞാൻ പറയും, നിങ്ങൾ വടിയും നീട്ടി നിൽക്കേണ്ടതില്ല. മൈക്കുമായി നിൽക്കുന്ന മാധ്യമപ്രവർത്തകരോടാണ് ക്ഷോഭിച്ചുകൊണ്ട് പിണറായി വിജയൻ സംസാരിക്കുന്നത്. വിഷ്ണു പ്രസാദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, ഇത് ഇന്നീ ദിവസം രണ്ടാമത്തതാണ്. പിണറായി മുഖ്യമന്ത്രിയായാലും പാർട്ടി സെക്രട്ടറി ആയാലും മുഖ്യമന്ത്രിയായാലും പ്രതിപക്ഷ നേതാവായാലും ഒക്കെ ഒരുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ്, അതിലൊരു മാറ്റവും ഇല്ല അല്ലേ? അക്ഷയ, ഇന്ന് ഇപ്പോൾ ഈ വിഴിഞ്ഞം വിഷയത്തിൽ പാർട്ടിക്കുള്ളിലെ അഭിപ്രായ ഭിന്നതകൾ സംബന്ധിച്ചായിരുന്നു മാധ്യമപ്രവർത്തകർ പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം തേടാൻ ശ്രമിച്ചത്. ആ സമയത്താണ് കേരള ഹൗസിൽ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലെ ഇടവേളയ്ക്കിടെ കേരള ഹൗസിൽ എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഇത്തരമൊരു പ്രതികരണം ഉണ്ടായിരുന്നത്. അതായത്, തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താൻ പറയുമെന്നും എപ്പോഴും നിങ്ങൾ ഈ വടിയും നീട്ടി നിൽക്കേണ്ടതില്ലെന്നും, മൈക്കിനെയാണ് പറഞ്ഞത്, വടിയും നീട്ടി നിൽക്കേണ്ടതില്ലെന്നും പിണറായി വിജയൻ പറയുകയുണ്ടായി. ഈ രാവിലെ അദ്ദേഹത്തിന്റെ കാൽ വാഹനത്തിൽ കയറുന്നതിനിടെ ഡോർ അടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ പകർത്തുന്ന സമയമായതിനാൽ തന്നെ ആ വാതിൽ അടയ്ക്കാൻ ഒരു ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. ആ സമയത്തിന് അദ്ദേഹത്തിന്റെ ഒരു കാൽ വാഹനത്തിനുള്ളിലേക്ക് എടുത്തു വെക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് സ്വാഭാവികമായും ആ ഒരു സമയത്തുള്ള പ്രതികരണം മാത്രമല്ല. പക്ഷെ ഉച്ചയ്ക്ക് എന്തായാലും ഈ ചോദ്യങ്ങളിൽ നിന്ന് ഈ ഹർകിഷൻ സുർജിത് ഭവനിൽ നടക്കുന്ന ഈ ഒരു യോഗം നടക്കുന്ന ഹർകിഷൻ സുർജിത് ഭവനിൽ നിന്ന് ഇറങ്ങുമ്പോഴും അദ്ദേഹം ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. ചോദ്യങ്ങളെ അവഗണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം അവിടെ നിന്ന് തുടങ്ങിയത്. നമുക്ക് രാവിലത്തെ യോഗത്തിനെത്തിയപ്പോഴും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ച ആ രീതി ഒന്ന് കാണാം. അതിനുശേഷം ഞാൻ വിഷ്ണുവിലേക്ക് മടങ്ങി വരാം. നിങ്ങൾക്ക് ന്യൂസ് പോകണമെന്നിട്ട് വാതിലടക്കല്ലോ. വിഷ്ണു വിവരങ്ങളുമായി തുടരുന്നുണ്ട്. വിഷ്ണു, ഇത് അദ്ദേഹത്തിന് രണ്ടും ഈ സന്ദർഭികവശാൽ അദ്ദേഹം പ്രതികരിച്ചു പോയതൊന്നുമല്ലല്ലോ. ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരോടുള്ള അദ്ദേഹത്തിന്റെ ക്ഷോഭം തന്നെയല്ലേ കാണുന്നത്, അല്ലേ? അക്ഷയ, രാവിലെ അദ്ദേഹം മാധ്യമങ്ങളോട് രാവിലെയും നമ്മൾ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയിരുന്നു. പക്ഷെ അദ്ദേഹം അപ്പോൾ പ്രതികരിക്കാനില്ല എന്ന് അറിയിച്ച് അദ്ദേഹം കാറിലേക്ക് പോവുകയായിരുന്നു. തുടർന്ന് നമ്മൾ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് നിരവധി ചാനലുകൾ ഉള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ ആ ഒരു കാറിന്റെ ഡോർ അടയ്ക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ട് നേരിട്ടു. അത് മാത്രമല്ല, ആ അടയ്ക്കാനുള്ള പാതി അടഞ്ഞ ഡോറിനിടയിലൂടെ അദ്ദേഹത്തിന്റെ ഒരു കാൽ തിരിച്ച് കാറിലേക്ക് വെക്കാനും സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം മാറി നിൽക്കാനും ഇത്തരത്തിൽ കാറിനുള്ളിലേക്ക് കാല് വെക്കാൻ പറ്റുന്നില്ല എന്നും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും അത് രാവിലത്തെ സാഹചര്യം എന്ന് പറയുന്നത് ആ വാഹനത്തിലേക്ക് പെട്ടെന്ന്, അതായത് കേന്ദ്ര കമ്മിറ്റി യോഗത്തിലേക്ക് പെട്ടെന്ന് എത്തേണ്ടതിനാൽ തന്നെ കയറിയിരുന്നത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഉച്ചയ്ക്കായിരുന്നു ചോദ്യങ്ങളോട് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഈ വിധത്തിൽ മാധ്യമങ്ങൾക്ക് നേരെ ഉണ്ടായത്. മുൻപ് കടക്കു പുറത്തു എന്നുള്ളതായിരുന്നു, ഇപ്പോൾ മൈക്കിനെയാണ് വടി എന്നുള്ള തരത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വടിയും നീട്ടി നിൽക്കേണ്ടതില്ല എന്നുള്ള പ്രതികരണം, അല്ലെങ്കിൽ ആ തരത്തിൽ ക്ഷുഭിതനായി സംസാരിക്കുന്ന പിണറായി വിജയനെ കാണുന്നത്. പിണറായി വിജയന് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. എല്ലാ കാലത്തും ഈ തരത്തിൽ തന്നെയാണ് മാധ്യമങ്ങളെ അദ്ദേഹം വിളിച്ചു വരുത്തുന്നതല്ലാത്തപ്പോഴും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ഈ തരത്തിലൊക്കെ തന്നെയാണ് ഡീൽ ചെയ്യാറ്. അതിന്റെ തുടർ കാഴ്ച എന്നോണമൊക്കെ പറയാം ഇന്ന് ഡൽഹിയിലുണ്ടായത്.